ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കറക്കം നമ്മളെ സ്വത്തുമണീനായിട്ടാണ് കേട്ടോ. സ്വത്തുമണിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നിട്ട് ഭയങ്കര അലമ്പ് കേട്ടോ. അലമ്പ് എന്നും പറഞ്ഞാൽ പോരാ, അമ്മയൊക്കെ തണ്ണിപ്പായിരുന്നു കാട്ടുന്നത്. ഓനക്ക് പുറത്തിറങ്ങണം. വണ്ടി കണ്ടിട്ട് അനിയനാണെങ്കിൽ മാമാ വിളിക്കാണ് കേട്ടോ. അനിയൻ ലീവ് ആയതുകൊണ്ട് മാത്രമാണ് ഓനൊന്നും ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ കറക്കാനാണ് ഓനെ. ചെറുപ്പം മുതലേ കറങ്ങി ശീലമുള്ളതുകൊണ്ട് ഓനക്ക് ഇപ്പോൾ കറക്കം മെയിൻ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആളോക്കെയാണ്. അത് അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഓനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളെ തറവാട്ടിലൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൻ ഓക്കെയാണ്. അത്രയും ഹാപ്പിയുള്ള സമയം വേറെ ഉണ്ടാവില്ല ഓൻ. അങ്ങനെയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ഓനെയും കൂട്ടിക്കാണ്ട് നമ്മളത് ആ കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് മിഠായും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മിഠായി അന്ന് വന്നപ്പോഴത്തേക്ക് ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമ്മൾ 4 മേടിച്ചിട്ടുണ്ടായിരുന്നു. അനിയനാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓൻ വെക്കാൻ നേരത്തെ മറന്നു പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ അതാ സ്വത്തുമണിക്ക് ഏതൊക്കെ മിഠായി വാങ്ങി കൊടുത്താലും ഓനക്ക് ആകെ ഇഷ്ടപ്പെട്ട കോൽമിഠായി ആണ് കേട്ടോ. എന്ന് വെച്ചാൽ വേറെയുള്ള മിഠായി കഴിക്കൂല എന്നല്ല, ഓൻ എല്ലാ മിഠായും കഴിക്കും. പക്ഷെ അവനക്ക് കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം കോൽമിഠായിയാണ്. അങ്ങനെ അതൊന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും പൊട്ടിച്ചു കൊടുത്തിട്ടില്ല, കാരണം മേത്ത് ഡ്രസ്സിൽ മൊത്തത്തിലാക്കുമെന്ന് അറിയുന്നതുകൊണ്ട് കയ്യിൽ പിടിക്കാനേ കൊടുത്തിട്ടുള്ളൂ. കാര്യമായിട്ട് നമ്മൾ വന്നത് ഫാഷൻ ഫ്രൂട്ട് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഫാഷൻ ഫ്രൂട്ട് നല്ല അടിപൊളിയാണ്. കാക്ക പറഞ്ഞു നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ടാണെന്ന് കേട്ടോ. പക്ഷേ സംഭവം ഉള്ളത് തന്നെയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. വീട്ടിൽ വന്ന് കഴിച്ച് നോക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. സ്വത്തുമണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ എടുക്കണമെന്നൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാക്ക എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. കാക്കാക്ക് മിഠായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാക്ക നിങ്ങൾക്ക് വേണ്ട ഈ തന്നെ കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതേ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരിച്ച് പോരാണ് കേട്ടോ. അങ്ങനെ സ്വത്തുമണി ഹാപ്പി, നമ്മൾ ഹാപ്പി കേട്ടോ. നമ്മൾ വിചാരിക്കാതെ പോകുന്നൊരു യാത്രയായിരുന്നു കേട്ടോ അത്. ഓനൊന്ന് അലമ്പാക്കിയ കാരണം മാത്രമാണ് നമ്മൾ അന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അല്ലാണ്ട് നമ്മൾ പുറത്ത് പോകണം എന്നുള്ള മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതാ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ മിഠായി പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. അടിപൊളി മിഠായി ഉണ്ട് ഗൈസ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഒരുവിധം എല്ലാ കുട്ടികളും കഴിച്ചിട്ടുണ്ടാവും എനിക്കറിയാം. പക്ഷേ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഗൈസ്. നല്ലൊരു ബബിൾക്കത്തിൻ്റെ ടേസ്റ്റൊക്കെയാണ്. എല്ലാവരും നല്ല അടിപൊളി ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റേത് മാത്രം എന്തോ വേറെ ഷേപ്പായിരുന്നു ഗൈസ്. ഷേപ്പ് നോക്കിയിരുന്നിട്ട് എന്തായാലും കാര്യമൊന്നുമില്ല. ടേസ്റ്റ് അടിപൊളി ആയതുകൊണ്ട് തന്നെ ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളാരെയും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. 5 രൂപ മാത്രമേ ഇതിനുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.